വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 2വിൻ്റെ 1ാമത്തെ ചാപ്റ്ററാകും ഞങ്ങളെ ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങളെ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. ടുവേർഡ്സ് ന്യൂ ഹൊറിസോൺസ് എന്ന ഒരു പേജ് കണ്ടോ നിങ്ങളെ ക്രിസ്ത്യൻ ഡി ലാർസൻ്റെ കണ്ടായിരുന്നോ? അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസറുകളൊന്നുമില്ല പഠിക്കാൻ. ആ ഈ പറയുന്ന യൂണിറ്റ്, അതായത് യൂണിറ്റ് 2വിൽ നമ്മൾ ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും ആളുകളെ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എങ്ങനെ സഹായിക്കുന്നുവെന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും നമുക്കൊരു പ്രചോദനാത്മകരമായ കഥകളും കവിതകളും ഒക്കെ നമ്മുടെ യൂണിറ്റ് 2വിലുണ്ടെന്നാണ് പറയുന്നത്. തൻ്റെ ഗ്രാമത്തെ വിശപ്പിൽ നിന്നും രക്ഷിച്ച ഒരു കാറ്റാടി യന്ത്രം നിർമ്മിച്ച വില്യം കാംക്വാംബ, പേരൊരു വെറൈറ്റി ആട്ടോ, വില്യം കാംക്വാംബ, സ്പെല്ലിങ് നോക്കണേ നിങ്ങൾ കേട്ടോ, ടെസ്റ്റ് കിടപ്പുണ്ട്, എന്നൊരു ചെറുപ്പക്കാരനെ കുറിച്ചുള്ള ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് എന്ന കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതൊന്നും ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കത്തില്ല, ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞാൽ എന്താണ് ഇപ്പം നിങ്ങളോട് ചോദിക്കുക. നിങ്ങളിപ്പോൾ ഏത് പാഠമാണ് നിങ്ങളെ പഠിക്കുന്നത് എന്ന് നമ്മളോട് ചോദിച്ചാൽ ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 2വിൻ്റെ 1ാമത്തെ പാഠമാണ് ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് എന്നാണ്. അത് എഴുതിയത് ആരാന്ന് ഇല്ലേ, ഒരു ഇച്ചിരി പാടാ, വില്യം കാമാവില്ല, KAM കാംക്ക് വാംബ, WAMBA വാംബ. അതൊരു ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മുടെ ഏത് കഥയാണ് ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് എന്ന കഥയിൽ പറയുന്നത്. അത് നല്ലൊരു കഥയാണ്. ഞാൻ ആ ടെസ്റ്റ് ആ കഥ എങ്ങനെ പറയാം, കാരണം നിങ്ങൾ ആ കഥ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. കഥ അറിയാമെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ചോദ്യം ചോദിച്ചാൽ എഴുതി കൂടായോ? അപ്പം ആ കഥ എങ്ങനെ കേട്ടോണേ നിങ്ങൾ എന്താണെന്ന്. അതായത് ആഫ്രിക്കയിലെ, നിങ്ങളോട് ആരെങ്കിലും ഈ പാഠം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മുടെ ബീനാസ് ലേണിംഗ് ക്ലാസ് കാണുന്ന ഏതൊരു കുട്ടിയും ആ ഇംഗ്ലീഷിൻ്റെ കഥ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനറിയണം കേട്ടോ. നോക്കൂ നിങ്ങളെ, ആഫ്രിക്കയിലെ ഒരു ദരിദ്ര രാജ്യമായ മലാവിയിലെ, ആ പേരൊക്കെ നല്ലതുപോലെ അറിയണേ, മലാവിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ വീടുകളിൽ വെളിച്ചം തെളിയിക്കാൻ പോലും ആളുകൾക്ക് പണമില്ലായിരുന്നു. ഗ്രാമവാസികളിൽ ഭൂരിഭാഗം ആൾക്കാരും ചെറുകിട കർഷകരാണ്, ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷി ചെയ്തൊക്കെ ജീവിക്കുന്നവരാണ്. രാത്രിയായാൽ ഉടനെ തന്നെ അവർ ഉറങ്ങാൻ കിടക്കും. നമ്മളും അതൊക്കെ തന്നെ. പക്ഷേ നമ്മളിലും രാത്രിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ടല്ലേ, നൈറ്റ് ഷിഫ്റ്റൊക്കെ ഇല്ലേ നമ്മൾ ഈ നേഴ്സുമാരായാലും അവർക്ക് രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല. അങ്ങനെ ഓരോ ജോലി അല്ലേ, അവർക്ക് പകൽ വീട്ടിൽ വന്നാലും ജോലി അല്ലേ, രാത്രി ഹോസ്പിറ്റലിൽ പോയാലും ജോലി, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പം ഇവിടെ നമുക്കതല്ല, രാത്രി വീണ ഉടനെ എല്ലാവരും പൊതുവെ ഉറങ്ങാൻ കിടക്കും അല്ലേ. എന്നാൽ നമ്മുടെ ഈ പാഠത്തിലെ കഥാപാത്രമാണ് വില്യം അല്ലേ. വില്യം എന്ന ചെറുപ്പക്കാരന് ഇരുട്ട് സ്വപ്നങ്ങളുടെ സമാനമായിരുന്നു. അവന് ഉറങ്ങിയില്ലെങ്കിലും ഉണർന്നിരുന്ന് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ വില്യം എന്ന ചെറുപ്പക്കാരൻ. സാധനങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് അതിനെ വേർപെടുത്തുന്നത് അയാൾ സ്വപ്നം കണ്ടു. ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും അവൻ നമ്മുടെ കൂട്ടല്ല, അവൻ ഒരുപാട് അതിനെ ചിന്തിച്ചു. ഇതെങ്ങനെയായിരിക്കും ഫിറ്റ് ചെയ്തത്, ഇതെങ്ങനെ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയുള്ളൊരു വ്യക്തിയായിരുന്നു നമ്മുടെ വില്യം. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. രണ്ടാമത്തതിൽ കുപ്പികളുടെ കുപ്പിയുടെ അടപ്പുകളുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് നിർമ്മിച്ച ചക്രങ്ങളുള്ള കളിപ്പാട്ട ട്രക്കുകൾ അയാൾ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്നു. അയാൾ റേഡിയോയിൽ കേട്ട സംഗീതം ഉണ്ടല്ലോ, റേഡിയോ ഒക്കെ നമ്മൾ കേൾക്കുമ്പോഴേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് എതിലേക്കൂടാ ഈ പാട്ട് വരുന്നത് അല്ലേ? അയാൾ റേഡിയോയിൽ കേട്ട സംഗീതത്തിൽ അവനിങ്ങനെ കേട്ടിങ്ങനെ നല്ലപോലെ ആകൃഷ്ടനായിട്ടിരിക്കുമായിരുന്നു. എന്നിട്ട് സംഗീതജ്ഞരും ഗായകരും എവിടെയാണെന്ന് അവന് സംശയമുണ്ടായിരുന്നു. ഈ പാട്ടുകാർ ഇത് എവിടെ ഇരുന്നാ പാടുന്നത് അല്ലേ, ഇവനങ്ങ് സംശയമായിരുന്നു, ഇത് എവിടെ ഇരുന്നാ പാടുന്നത് എന്നൊക്കെ. ഗായകനും അതുപോലെ സംഗീതജ്ഞനുമൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്, ഈ റേഡിയോയ്ക്കകത്ത് ഇരിപ്പുണ്ടോ, അവരെ കണ്ടെത്താൻ വേണ്ടി അവൻ ആ റേഡിയോകൾ തുറന്നു വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. റേഡിയോ എടുത്ത് തുറന്നു നോക്കിയിട്ടുണ്ട്, ഇതിനകത്ത് എവിടെ ഇരുന്നായി പാടുന്നതെന്ന് കേട്ടോ. ഉണർന്നിരിക്കുമ്പോൾ മുത്തച്ഛൻ്റെ മാന്ത്രിക കഥകൾ അയാളുടെ മനസ്സിൽ മിന്നി മറയുന്നുണ്ടായിരുന്നു. ഉണർന്നിരിക്കുമ്പോഴെല്ലാം അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്ത കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. കഥകളിലെ നൃത്തം ചെയ്യുന്ന പ്രേതങ്ങൾ, ആ കഥയ്ക്കുള്ളിൽ നൃത്തം ചെയ്യുന്ന പ്രേതങ്ങൾ ഇവൻ്റെ കൺമുന്നിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ടൊക്കെ ഇവന് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെയോ അടുത്ത പാരഗ്രാഫിൽ, ഒരു ദിവസം പുലർച്ചെ വയലിൽ പണിയെടുക്കുമ്പോൾ
ഈ ചോളത്തിൻ്റെ നിരകൾക്കിടയിൽ നോക്കണേ കുഞ്ഞുങ്ങളെ, മാന്ത്രിക ജീവികളെ കാണാൻ കഴിയുമെന്ന് ഈ വില്യം സങ്കല്പിച്ചു. ട്രക്കുകൾ വഴിയിലൂടെ ഇരമ്പുമ്പോൾ അവയുടെ എഞ്ചിനുകൾ എങ്ങനെയാണ് അവയെ ഓടിക്കുന്നതെന്നും അവൻ ചിന്തിച്ചു. അങ്ങനെ അവൻ ആ വയലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിക്കും, ഈ ട്രക്കുകളൊക്കെ പോകുമല്ലോ, ഇതെങ്ങനെയാണ് ഇത് ഓടുന്നത് അല്ലേ? നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെ? ട്രക്കുകൾ വഴിയിലൂടെ ഇങ്ങനെ ഇരമ്പി പോകുമ്പോൾ അവയുടെ എഞ്ചിനുകൾ എങ്ങനെയാണ് ഇവയെ ഓടിക്കുന്നത് എന്നവൻ ചിന്തിച്ചു. പിന്നെ എന്തോ ചെയ്തു, അപ്പം നിൻ്റെ തൂമ്പ എവിടേക്കാണ് ഇട്ടതെന്ന് നോക്കൂ. അവൻ്റെ അച്ഛൻ അവിടെ നിന്ന് ഉറക്ക വിളിച്ച് പറഞ്ഞിട്ട്, നീ ആ കരയ്ക്ക് കയറി ഇരിക്കുക, ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഇല്ലേ, നിൻ്റെ തൂമ്പ എവിടാന്ന് വെച്ചാൽ എടുത്തോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് അച്ഛൻ ഉറക്കെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അവൻ്റെ സ്വപ്നതുല്യമായ ചിന്തകളിൽ നിന്നും അവനെ പെട്ടെന്ന് അന്നേരം ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് വിളിക്കുമ്പം, ഇല്ലാത്ത സമയങ്ങളെല്ലാം ഇയാൾക്ക് അങ്ങ് ആലോചനയാണ് അല്ലയോ, അല്ലാത്ത സമയങ്ങളിൽ പെട്ടെന്ന് അവൻ ആ അച്ഛൻ്റെ ഇത് കേട്ടിട്ട് സ്വപ്നതുല്യമായ ചിന്തകളിൽ നിന്നും അവൻ തട്ടിമാറ്റും. എന്നാൽ വില്യമിൻ്റെ ഭാവനയിലെ മാന്ത്രിക ജീവികൾക്ക് മഴ പെയ്യിക്കാൻ കഴിയില്ല. ഇനി നോക്കണേ കുഞ്ഞുങ്ങളെ, കോപാകുലനായ സൂര്യൻ വയലുകളെ വെള്ളമില്ലാതെ ചുട്ടുപൊള്ളിച്ചു. മഴയ്ക്കായുള്ള കർഷകരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ല. ചോളത്തിൻ്റെ നിരകൾ ഉണങ്ങിപ്പോയി, അങ്ങ് പൊടിയായി പോയി. കാരണം എന്താ കുഞ്ഞുങ്ങളെ, അവിടെ മഴ പെയ്യുന്നില്ല കേട്ടോ. മഴ പെയ്യാത്തതുകൊണ്ട് അവരെന്ത് നട്ടാലും അത്ര കഷ്ടപ്പെട്ടായിരിക്കും അല്ലേ നട്ടെല്ലാം വെക്കുമ്പം ശക്തമായ വെയിൽ കൊണ്ട് മഴ പെയ്യുന്നില്ല. ശക്തമായ വെയിൽ കൊണ്ട് നമ്മൾ ചോളമൊക്കെ നടുമ്പോൾ അവിടെ കിടന്ന് അത് കരിഞ്ഞ് പൊടിഞ്ഞു പോവുകയാണ്. ഭക്ഷണമില്ലാതെ ഈ മലാവി പട്ടിണിയാവാൻ തുടങ്ങി. മലാവി എന്ന് പറയുന്ന അല്ലേ ഒരു ദരിദ്ര രാജ്യമാണെന്ന് നമ്മൾ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു. അവിടെയുള്ള ഒരാൾക്കാരെല്ലാം പട്ടിണിയാവാൻ തുടങ്ങി. കാരണം ശക്തമായ വെയിൽ കൊണ്ട് അവരെന്ത് നട്ടാലും അതെല്ലാം കരിഞ്ഞു പോവുകയാണ്. കഥ പിടികിട്ടണേ കുഞ്ഞുങ്ങളെ. അങ്ങനെ ഭക്ഷണമില്ലാതെ മലാവി പട്ടിണിയാവാൻ തുടങ്ങി. താമസിയാതെ നമ്മുടെ വില്യമിൻ്റെ അച്ഛൻ കുട്ടികളെയെല്ലാം വിളിച്ചു പറഞ്ഞു, ഇനി മുതൽ നമ്മൾ ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കൂ കേട്ടോ. നമുക്കെന്താ ഭക്ഷണങ്ങളെല്ലാം കുറഞ്ഞു വരിക. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു നേരം മാത്രം, ഇനി നമ്മളത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടോ, എപ്പോഴെങ്കിലും ഒരു നേരം മാത്രം നമുക്കിനി ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അതേ പറ്റത്തുള്ളെന്ന് നമ്മുടെ വില്യമിൻ്റെ അച്ഛൻ കുട്ടികളെ എല്ലാം കൂടെ വിളിച്ച് നിർത്തി പറഞ്ഞു. അതിങ്ങനെ എന്തു ചെയ്തു, അതങ്ങനെ നീണ്ടു നിൽക്കട്ടെ. കാരണം ഇനി ഇതുണ്ടാകുന്നിടം വരെ അതങ്ങനെ തന്നെ പോകട്ടെ. വൈകുന്നേരങ്ങളിൽ വിശക്കുന്ന ആളുകൾ വഴികളിലൂടെ ആത്മാക്കളെ പോലെ കടന്നു പോകുന്നത് നോക്കി അവർ വിളക്കിന് ചുറ്റും ഇരുന്ന് ഒരു പിടി ഭക്ഷണം കഴിച്ചു. എന്ന് വെച്ചാൽ ഒരു നേരയെ കഴിക്കാൻ പറ്റത്തുള്ളെങ്കിൽ ചിലപ്പം രാവിലെ അങ്ങ് കഴിക്കും, പിന്നെ രാത്രി ആകുമ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ വിളക്കിന് ചുറ്റും ഇരുന്നിട്ട് കൂടുതലൊന്നുമില്ല, ഓരോ പിടിയൊക്കെ ഉള്ളൂ, അതങ്ങനെ കഴിക്കും. മഴയോടൊപ്പം പണവും അപ്രത്യക്ഷമായി ഇല്ലേ. മഴയില്ലെങ്കിൽ ആരുടെയും കൈ പൈസയില്ല. ഭാഗ്യമുള്ള കുറച്ച് കുട്ടികൾക്ക് മാത്രമേ സ്കൂളിൽ പോകാൻ കഴിഞ്ഞുള്ളൂ. വില്യം പഠനം ഉപേക്ഷിച്ചവരിൽ ഒരാളായിരുന്നു അല്ലേ. ആഴ്ചകളോളം അവൻ ഒരു മാവിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിച്ചു. പിന്നീട് റോഡരികിലെ ഒരു ലൈബ്രറി അവൻ പെട്ടെന്ന് ഓർത്തു. ലൈബ്രറിയിൽ അതിശയകരമായ ചിത്രങ്ങൾ നിറഞ്ഞ ശാസ്ത്ര പുസ്തകങ്ങൾ അവൻ കണ്ടെത്തി. അല്പം ബുദ്ധിമുട്ടി അവൻ വായന ആരംഭിച്ചു. അതൊക്കെ ടെസ്റ്റിൽ പറയുമ്പോൾ ഒരുപാട് രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അവൻ കഷ്ടപ്പെട്ടൊക്കെയാണ് ആ ലൈബ്രറി കയറുന്നതും. അവൻ എന്ത് ചെയ്തു, വളരെ ബുദ്ധിമുട്ടി അവൻ എന്ത് ചെയ്തു, ആ ലൈബ്രറിയിൽ ചെന്നിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് അവന് ഒന്നാമത് സ്കൂളിൽ പോകാത്തതുകൊണ്ട് നല്ലതുപോലെ അക്ഷരങ്ങളും ഒന്നും അറിയത്തില്ല അല്ലേ. താമസിയാതെ അവൻ എന്ത് ചെയ്തു എന്ന് പറയുക, എഞ്ചിനുകൾ എങ്ങനെ ചലിപ്പിക്കുന്നുവെന്നും റേഡിയോകൾ ആകാശത്ത് നിന്നും സംഗീതം എങ്ങനെ വലിച്ചെടുക്കുന്നുവെന്നും ഒക്കെ അവൻ കുറേശ്ശെ അങ്ങ് പഠിക്കാൻ തുടങ്ങി. പക്ഷേ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആകർഷിച്ചത് വലിയ ഉയരമുള്ള ഒരു യന്ത്രത്തിൻ്റെ ചിത്രമായിരുന്നു. അവനിങ്ങനെ ലൈബ്രറിയിൽ നിന്ന് ഓരോ പുസ്തകം എടുത്തൊക്കെ വായിക്കുന്നെങ്കിലും അവനെ ഏറ്റവും ആകർഷിച്ചത് ആ ലൈബ്രറിയിൽ നിന്നും എടുത്ത ഒരു പുസ്തകത്തിൽ വലിയ ഉയരമുള്ള ഒരു യന്ത്രത്തിൻ്റെ ചിത്രമുണ്ടായിരുന്നു. അതിന് ഒരു ഫാനിൽ നിന്നുമുള്ള ഒരു വലിയ ബ്ലേഡുകൾ ഉണ്ടായിരുന്നു. അത് അവൻ വലിയ പിൻവീൽ പോലെ കാണപ്പെട്ടു കേട്ടോ. ഇതൊക്കെ ആ കഥ നല്ലതുപോലെ അറിയണം. വില്യം അത് തുടർന്ന് വായിച്ചു. അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും വെള്ളം പമ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു യന്ത്രമാണെന്ന് അവൻ അന്നേരം മനസ്സിലാക്കി.
വില്യം കണ്ണുകൾ അടച്ചു. യന്ത്രം നിലത്തുനിന്ന് തണുത്ത വെള്ളം വലിച്ചെടുക്കുന്നത് അവൻ കണ്ടു. വരണ്ട പാടങ്ങളിലൂടെ വെള്ളമൊഴുകി ചോളത്തെ ഉയരവും പച്ചയുമാക്കി. കാറ്റാടി യന്ത്രം ഒരു യന്ത്രത്തെക്കാൾ കൂടുതലായിരുന്നു അല്ലേ. വിശപ്പിനെതിരെ പോരാടാനുള്ള ഒരു ആയുധമായിരുന്നു അത്. ഞാൻ ഒരു വൈദ്യുതി കാറ്റാടി ഉണ്ടാക്കും, അവൻ തീരുമാനിച്ചു. കാറ്റാടി യന്ത്രം ഉണ്ടാക്കുമെന്ന് അവന് തീരുമാനിച്ചു. വില്യം സ്വയം മനസ്സിലിങ്ങനെ മന്ത്രിച്ചു കൊണ്ട് നടന്നു. ഗ്രാമത്തിലെ മാലിന്യ കൂമ്പാരങ്ങളിൽ അവൻ പോയിട്ട് വില്യമിനൊരു നിധി ശേഖരമായിരുന്നു അത്. തൻ്റെ മഹത്തായ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ അവൻ കണ്ടെത്തി. ഒരു ട്രാക്ടർ ഫാൻ അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെയുള്ള ചില വസ്തുക്കൾ അവന് വെറുതെ എടുക്കാൻ കഴിഞ്ഞു. പിന്നോ ബെയറിങ്ങുകളും ബോൾട്ടുകളും പോലെയുള്ള മറ്റ് കാര്യങ്ങൾ അയാൾക്ക് അന്നേരം അതിൽ നിന്നും നീക്കം ചെയ്യേണ്ടി വന്നു. അയാൾക്ക് ശരീരത്തിലെ എല്ലാ പേശികളെയും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. എന്നുവെച്ചാൽ വൈദ്യുത കാറ്റിനുള്ള ചക്രം ഒരു വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ വളരെയധികം തർക്കങ്ങൾക്ക് ശേഷം വില്യം അത് നേടി. വില്യമിൻ്റെ അച്ഛൻ അവന് സൈക്കിളിൻ്റെ ഒരു ചക്രം പുറത്തെടുക്കാൻ അനുവാദം നൽകി. വില്യമിൻ്റെ അച്ഛൻ, ഇതൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ടോ, നിങ്ങളെ ചുരുക്കിയൊക്കെ പറയുന്ന അവരുടെ ആകെപ്പാടെ ഈ വില്യമിൻ്റെ അച്ഛൻ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളായിരുന്നു. അതിൻ്റെ വീല് വേണമെന്നായി അവരുടെ അച്ഛനോട് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പക്ഷേ അവൻ്റെ അച്ഛൻ അതിനും സമ്മതിച്ചു. വില്യമിൻ്റെ അച്ഛൻ അവന് സൈക്കിളിൻ്റെ ഒരു ചക്രം പുറത്തെടുക്കാൻ അനുവാദം കൊടുത്തു. അതൊരു വലിയ ത്യാഗമായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൻ്റെ ആകെ വരുമാനം ഈ സൈക്കിളിൽ പോയും വന്നും ജോലി ചെയ്തൊക്കെ ആയിരുന്നു. അത് എന്ത് ചെയ്തു? ആ അച്ഛൻ ആ മകന് കൊടുക്കുന്നു. അതാണ് അവിടെ ത്യാഗം. സൈക്കിളായിരുന്നു അല്ലേ, ആ സൈക്കിളായിരുന്നു അവൻ്റെ കുടുംബത്തിൻ്റെ ഏക വാഹനം എന്ന് പറയുന്നത്. അതായിരുന്നു. അതിൻ്റെ വരെ ഒരു ടയർ എന്ത് ചെയ്തു? ഇവനെ കൊടുക്കുന്നതാണ്. പിന്നെ അടുത്ത പാരഗ്രാഫിൽ ഗോ എവേ, പോകൂ. ആക്രിസ്ഥലം ഈ ഓരോ വേസ്റ്റുകളെല്ലാം കൊണ്ടിടുന്ന സ്ഥലമുണ്ടല്ലോ നിങ്ങളെ, ഇവിടെ പഴയ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ ജങ്ക്യാർഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ജങ്ക്യാർഡ്, പഴയ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലം അല്ലേ. അവിടെ പോയിട്ട് പക്ഷികളോടും ചിലന്തികളോടും ഒക്കെ വില്യം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളിനിയും പോകൂ അല്ലേ, ഗോ എവേ, പോകൂ, എല്ലാവരും പോകൂ. വില്യം തൻ്റെ വിലയേറിയ വസ്തുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നിട്ട് ആക്രിസ്ഥലത്തു നിന്ന് ഓരോ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇവൻ എന്ത് ചെയ്തു? ആ ലൈബ്രറി പോയിട്ട് പുസ്തകത്തിലൂടെ ഓരോരോ പുസ്തകങ്ങൾ എടുത്തിങ്ങനെ വായിച്ച് അങ്ങനെയല്ലേ വിൻഡ് മില്ലിൻ്റെ ഒരു പടം കാണും കേട്ടോ. അങ്ങനെ കാണുമ്പോൾ ഇവൻ ഇത് എങ്ങനെയെങ്കിലും വായിച്ചപ്പോൾ അവന് ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പിടികിട്ടി. അങ്ങനെ അവന് ഈ ജങ്ക്യാർഡ് എന്ന് വെച്ചാൽ പഴയ വസ്തുക്കളൊക്കെ ഒരുപാട് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇതെങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി അവിടുന്ന് കുറേ ലുടുക്ക് സാധനങ്ങളെല്ലാം കൂടെ എടുത്തുകൊണ്ട് വരുന്നതാണ്. പക്ഷേ ഇവൻ ഈ സാധനങ്ങളെല്ലാം കൂടെ അവിടുന്ന് പറക്കിക്കൊണ്ട് വരുമ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി ഇവനെ ഭ്രാന്തന്മാർ അല്ലേ, ഭ്രാന്തനാണെന്ന് വരെ പറയാം. ആക്രി സാധനങ്ങളുമായിട്ട് കളിക്കുന്നത് ഭ്രാന്തന്മാരല്ല അല്ലേ. അതുകൊണ്ട് ഇവനെ ഭ്രാന്തനായിട്ട് വരെയും എന്ത് ചെയ്തു? അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി ഇവനെ പറഞ്ഞു. പക്ഷേ ആഴ്ചകൾക്ക് ശേഷം വില്യം തൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ കിടന്ന് അവിടെ നിന്നെല്ലാം കൂടെ അല്ലേ അതിനകത്തൊരു ടെസ്റ്റ് പടം കൊടുത്തിട്ടുണ്ട്. മണ്ണിലെല്ലാം കൂടെ നിരത്തി വെച്ചിട്ട് ഓരോന്നായിട്ട് എന്ത് ചെയ്തു? ഒരു പൊട്ടിയ സൈക്കിള്, തുരുമ്പിച്ച അതിൻ്റെ കുപ്പിയുടെ മടപ്പുകൾ, പ്ലാസ്റ്റിക് പൈപ്പുകൾ, ഒരു ബൈക്കിൽ ഒരു ഹെഡ്ലൈറ്റ്, പവർ ചെയ്യുന്ന ഒരു ചെറിയ ജനറേറ്റർ അല്ലേ, ഇതൊക്കെ അവനെ ഒപ്പിച്ചിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതായിട്ടാണ്. 3 ദിവസത്തേക്ക് അവൻ തട്ടുകയും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുകയും തിരിക്കുകയും മറിക്കുന്ന വെച്ചാൽ അവൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ 3 ദിവസം എടുത്ത് അവൻ അതെല്ലാം ചെയ്യാൻ. അപ്പോൾ കോഴി കൂവി, നായ്ക്കളപ്പോൾ ഓരിയിടുന്നു, അയൽക്കാരൊക്കെ അപ്പോൾ ഇവനെ നോക്കി തലയാട്ടുന്നുണ്ടായിരുന്നു. ഈ പ്രാന്തൻ കുട്ടിക്ക് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അല്ലേ? അയൽക്കാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, ഈ ചെറുക്കിന് വട്ട അല്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എന്നാൽ അവൻ്റെ കസിൻ ജെഫ്രിയും അവൻ്റെ ഒറ്റ സുഹൃത്ത് ഗിൽബർട്ടും എന്ത് ചെയ്തു? ഇവൻ്റെ കൂടെ വന്നു നിന്ന് ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു. വൈദ്യുത കാറ്റാടിക്ക് ഞങ്ങൾ സഹായിക്കട്ടെ എന്നവർ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ. നിങ്ങളുടെ അവിടെ കിടന്ന കോടാലി എടുത്ത് എൻ്റെ കൂടെ വരൂ, വില്യം ഇവരോട് പറഞ്ഞു. വില്യം അവരെ ഇവിടെ കൊണ്ടുപോയി കാട്ടിലോട്ട് ഈ പിള്ളേരെ രണ്ടിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അവർ ഒരുമിച്ച് അവരുടെ മൂർച്ചയുള്ള ആ കോടാലി കൊണ്ട് മരങ്ങളൊക്കെ വെട്ടി
കാറ്റാടി യന്ത്രത്തിനായുള്ള ഒരു ഗോപുരം നിർമ്മിക്കാൻ അവർ നീളമുള്ള പലകകളുണ്ടല്ലോ, എന്ന് വെച്ചാൽ നീളം വേണ്ടേ കാറ്റാടി യന്ത്രത്തിന് മേപ്പോട്ട്, അപ്പോൾ നീളമുള്ള പലകളൊക്കെ മുറിച്ച് ഒരുമിച്ച് അവരെന്ത് ചെയ്തു, ഹാമർ ചുറ്റിക വെച്ച് ഇങ്ങനെ അടിച്ച് നീളമുള്ള ഇതാക്കി അവർ ഗോപുരം സ്ഥാപിക്കുകയും മുകളിലൊരു വലിയ ബ്ലേഡുകളൊക്കെ ഉറപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാണ്. ഈ കാറ്റടിച്ച് ബ്ലേഡുകൾ തിരിയുമ്പോൾ കറങ്ങുന്ന ഒരു അസംസ്കൃത മോട്ടർ വില്യം എവിടെ നിന്നൊക്കെയോ നിർമ്മിച്ചു. കാറ്റ് ബ്ലേഡുകൾ തിരിക്കുന്നതിന് ശക്തി പ്രാപിച്ച ഉടനെ തന്നെ അദ്ദേഹം മോട്ടറിൽ നിന്നുള്ള വയറുകൾ ഒരു ബൾബിലേക്ക് അങ്ങ് ബന്ധിപ്പിച്ചു. വെളിച്ചം പ്രകാശിക്കുന്നത് വില്യമും ജെഫ്രിയും ഗിൽബർട്ടും ആവേശത്തോടെ നോക്കി. കാറ്റടിക്കുമ്പോൾ ആ ബൾബ് കത്തിയപ്പോഴേ ഈ 3 പേരും എന്ത് ചെയ്തു, ഇത് കണ്ടല്ലേ, അവരൊക്കെ ഒന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഫലം കിട്ടുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലേ, ആവേശത്തോടെ ഇവരെ നോക്കി. ആദ്യം അതൊരു നേരിയതായിട്ടൊന്ന് തിളങ്ങിയതേ ഉള്ളൂ, പക്ഷേ കാറ്റ് ശക്തിയായപ്പോഴെന്ത് ചെയ്തു, നല്ല സൂര്യനെ പോലെ അത് തിളങ്ങിയെന്നാണ് പറയുന്നത്. നന്നായി. കാഴ്ചക്കാരിൽ ഒരാൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആഹാ കൊള്ളാമില്ലയോ. അതുവരെ കുറ്റം പറഞ്ഞ ആൾ വന്നേരം എന്താ, ആഹാ കൊള്ളാമല്ലേ. താമസിയാതെ ഒരാളായി, 2 പേരായി, 3 പേരായി അല്ലേ. ഇത് കാണാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ വന്ന് എല്ലാവരും കൂടി ചിയേഴ്സ് അല്ലെ ആർപ്പ് വിളിക്കാൻ തുടങ്ങി. ഞാനൊരു വൈദ്യുത കാറ്റാടി ഉണ്ടാക്കി, വില്യം ആഹ്ലാദത്തോടെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നതായിട്ടാണ്. പക്ഷേ താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വില്യം അവിടെ ഇത് പറയുന്നുണ്ട്, ഇതെൻ്റെ ഒരു തുടക്കം മാത്രമാണ് എന്ന് വില്യം അറിയിച്ചു. തൻ്റെ കാറ്റാടി യന്ത്രം ഉപയോഗിച്ച് ഒരു ബൾബ് കത്തിക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. പക്ഷേ അവൻ തുടക്കം കുറിച്ചു. താമസിയാതെ മറ്റൊരു ശക്തമായ കാറ്റാടി യന്ത്രം, ഒരു പമ്പ് ഉപയോഗിച്ച് ഞാൻ പ്രവർത്തിപ്പിക്കും അല്ലേ. അത് തൻ്റെ ഗ്രാമത്തിലെ വയലുകൾക്ക് വെള്ളം നൽകും കേട്ടോ. ഒരു കാലത്ത് ഭക്ഷണമില്ലാതിരുന്നിടത്ത് ഞാൻ ഭക്ഷണമുണ്ടാക്കും. മുത്തച്ഛൻ്റെ കഥകൾ കേട്ടതിനേക്കാൾ അത്ഭുതകരമായ ഒരു മാജിക്ക് അതൊരു വലിയ മാജിക്കായിരിക്കും എന്നാവും നിങ്ങളെ. ഇത് കുറേയെങ്കിലുമൊക്കെ മനസ്സിലായോ? കൂടുതലൊക്കെ മനസ്സിലായില്ലെങ്കിലും കുറേയൊക്കെ മനസ്സിലായോ നിങ്ങളെ? അങ്ങനെ ഇനി ഞാൻ ഇതിലും വലുത് എന്ന് വെച്ചാൽ ആദ്യത്തെ സക്സസ് ആയി. അപ്പോൾ ഇനി അടുത്ത ഞാൻ വെള്ളം പമ്പ് അല്ലേ ഉണ്ടാക്കിയിട്ട് വെള്ളം എന്ത് ചെയ്തു, വയലുകളിലേക്ക് വെള്ളം മോട്ടർ വെച്ചടിച്ചിട്ട് നമ്മുടെ ചോളമൊക്കെ നട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത്ഭുതകരമായ ഒരു മാജിക്ക് ഞാനിവിടെ സൃഷ്ടിക്കുമെന്നാണ് കുഞ്ഞുങ്ങളെ ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കണേ, അതിൻ്റെ മീനിങ് എളുപ്പം ഒന്ന് നോക്കണേ. മീനിങ്: ഡ്രീംസ് സ്വപ്നം, ഡാർക്ക്നെസ് ഇരുട്ട്, പുവർ എന്ന് വെച്ചാൽ ദാരിദ്ര്യമാണ്, ക്രാക്ക് എന്ന് വെച്ചാൽ പൊട്ടിക്കുക, മ്യൂസിഷ്യൻ എന്ന് വെച്ചാൽ സംഗീതജ്ഞൻ, വോണ്ടർ അത്ഭുതപ്പെടുക, ടെയിൽസ് കഥ, ഫ്ലാഷ്ഡ് മിന്നിമറയുക, റംബിൾഡ് ഇരമ്പുക, ഹോ എന്ന് വെച്ചാൽ തൂമ്പയാണ്, ഹൺട്രി HUNDRY ഹൺട്രി എന്ന് വെച്ചാൽ ഹംഗ്രിയാവും നിങ്ങളെ, ഹൺട്രി എന്നാണ് വെച്ചാൽ ഹംഗ്രി കേട്ടോ, വിശന്ന അല്ലേ. സ്പിരിറ്റ് ആത്മാക്കൾ, ലാൻറ്റേൺ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, റാന്തൽ വിളക്ക് കേട്ടോ. അവിടെ കറണ്ട് ഇല്ലല്ലോ. ലാൻറ്റേൺ, റാന്തൽ. ട്രഷർ എന്ന് വെച്ചാൽ നിധി. ഇവിടെ നമ്മളെ ജങ്ക്യാർഡ് പറഞ്ഞായിരുന്നു അല്ലേ, പഴയ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. ആക്രി സ്ഥലമില്ലേ, ജങ്ക്യാർഡ്. ബ്രോക്കൺ എന്ന് വെച്ചാൽ തകർന്ന, റസ്റ്റ് തുരുമ്പ്, ബേൺ ജ്വലിക്കുക, പവർഫുൾ എന്ന് വെച്ചാൽ ശക്തമായ, വിൻഡ്മിൽ എന്ന് വെച്ചാൽ കാറ്റാടി മരം. കുറച്ച് മാത്രം എന്ന് വെച്ചാൽ നിങ്ങൾ ആ കഥ ഞാൻ പുസ്തകം നോക്കിയല്ലല്ലോ വായിച്ചത്, അപ്പോൾ അതിനകത്തിലെ കുറച്ച് വാക്കുകൾ ഞാനത് പറഞ്ഞതാ. ഓക്കെ ആണോ? നമുക്ക് ടെസ്റ്റിലെ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. വാട്ട് ഡിഡ് ദ വില്ലേജേഴ്സ് ഗോ ടു ബെഡ് ഏർലി? ഈ ഗ്രാമവാസികൾ എന്തിനാണ് കുഞ്ഞുങ്ങളെ നേരത്തെ ഉറങ്ങാൻ കിടന്നത്? അവരെല്ലാം നേരത്തെ അങ്ങ് ഉറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കറണ്ടില്ല, വെട്ടവും വെളിച്ചവും ഇല്ലെങ്കിൽ പിന്നെ രാത്രി എന്തോ ചെയ്യും? അതുകൊണ്ടല്ലേ വില്ലേജേഴ്സ് വാണ്ട് ടു ബെഡ് ഏർലി ബിക്കോസ് ദേ ഹാഡ് നോ ഇലക്ട്രിസിറ്റി ഫോർ ലൈറ്റിംഗ് അല്ലേ. അവർക്ക് വെളിച്ചത്തിന് വൈദ്യുതി ഇല്ലാത്തതിനാൽ ഗ്രാമവാസികൾ അവർ നേരത്തെ ഉറങ്ങാൻ കിടന്നു. ഞാനെൻ്റെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്നൊക്കെ നമ്മൾ ആ കഥ വായിച്ചപ്പോൾ എല്ലാം പറഞ്ഞതാ. ഇനി അഥവാ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് മനസ്സിലാക്കണേ കുഞ്ഞ്. വില്ലേജേഴ്സ് വെൻറ്റ് ടു ബെഡ് ഏർലി ബിക്കോസ് ദേ ഹാഡ് നോ ഇലക്ട്രിസിറ്റി ഫോർ ലൈറ്റിംഗ് അല്ലേ. വെളിച്ചത്തിന് വൈദ്യുതി ഇല്ലാത്തതിനാൽ ഗ്രാമവാസികൾ നേരത്തെ എന്ത് ചെയ്തു, ഉറങ്ങാൻ കിടന്നു. 2, വൈ ഡിഡ് വില്യം ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോ? വില്യം പഴയ റേഡിയോകളെ കുത്തിപ്പൊളിച്ചത് എന്തിനാണ്? കഥ കേട്ടവർക്കറിയാം എന്തിനാവും നിങ്ങളെ. ഹി വാസ് ക്യൂരിയസ്, അവൻ അറിയാനുള്ള ഒരാഗ്രഹം അല്ലേ, ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം. ഇതിനകത്ത് അല്ലേ ഈ സംഗീതജ്ഞരും മ്യൂസിഷ്യൻ അല്ലേ, സംഗീതജ്ഞരും സിംഗേഴ്സും ഒക്കെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ എന്ത് ചെയ്തത്, റേഡിയോ
എന്ത് ചെയ്താൽ ഞങ്ങളെ ക്രാക്ക് ചെയ്ത് അല്ലേ. ഹി വാസ് ക്യൂരിയസ് ടു ഫൈൻഡ് ഔട്ട് വെയർ ദ മ്യൂസീഷ്യൻ ആൻഡ് സിംഗേഴ്സ്. ഇതിനകത്തിൽ എവിടെയാണ് മ്യൂസീഷ്യനും സിംഗറും എന്ന് അറിയാൻ വേണ്ടിയാണ് അവന് എന്ത് ചെയ്ത് ആ റേഡിയോ കുത്തിപ്പൊട്ടിച്ചത് അല്ലേ. ക്രാക്ക് ഓപ്പൺ. അടുത്ത വാട്ട് ഡിഡ് വില്യം തിങ്ക് വെൻ ഹി സോ ട്രക്ക് ക്രോസിംഗ് ദ പാത്ത്. ഈ ട്രക്കുകൾ വഴി മുറിച്ച് കടക്കുന്നത് കണ്ടപ്പോൾ വില്യം എന്താണ് ചെയ്തത് അല്ല, എന്താണ് ചിന്തിച്ചത് അവൻ അവിടെ ഇരുന്നത്? എന്തൊക്കെയാവും നിങ്ങളെ തിങ്ക് എന്ന് വെച്ചാൽ അവൻ ചിന്തിച്ചു. എന്താ അവൻ ചിന്തിച്ചത് ദാറ്റ് ഹൗ ദ എൻജിൻസ് മെയ്ഡ് ദം ഗോ. ഈ എൻജിനുകൾ എങ്ങനെയാണ് അവയെ പ്രവർത്തിച്ചതെന്നാണ് അവൻ അവിടെ ഇരുന്ന് ചിന്തിച്ചത്. ഈ ടയറുകൾ കറങ്ങുന്നതൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ എൻജിനുകൾ എങ്ങനെയാണ് ഈ ടയറിലോട്ടൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് കിടന്ന് കറങ്ങുന്നത് അല്ലേ. എൻജിനുകൾ എങ്ങനെയാണ് അവയെ പ്രവർത്തിക്കുന്നതെന്നായിരുന്നു അവൻ അവിടെ ഇരുന്ന് ചിന്തിച്ചത്. വാട്ട് ഡിഡ് വില്യംസ് ഫാദർ ഡു ടു ഹെൽപ്പ് ദ ഫാമിലി സർവൈവ്. കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് സഹായിക്കാൻ വില്യമിൻ്റെ പിതാവ് എന്താ ചെയ്തത്? ഇനി എല്ലാവരും ദിവസം ഒരു നേരം ആഹാരം കഴിച്ചാൽ മതി കേട്ടോ. നമ്മൾ അത്രത്തോളം പട്ടിണിയായി. വില്യംസ് ഫാദർ റെഡ്യൂസ് ചെയ്തു എന്ന് വെച്ചാൽ അതങ്ങ് കുറച്ചു. എന്താ മീൽസ് ആഹാരം എന്ത് ചെയ്തു? ടു 1 per day, ഒരു ദിവസം. ടു ഹെൽപ്പ് ദ ഫാമിലി സർവൈവ്. നമ്മുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മളിനി എന്ത് ചെയ്യണം? ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം മാത്രം കഴിച്ചാൽ മതി എന്നാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ ആണോ? 4 എണ്ണം. 5ാമത്തത് വാട്ട് ഡിഡ് വില്യം ലേൺ ഫ്രം ദ സയൻസ് ബുക്ക് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിലെ ശാസ്ത്ര പുസ്തകത്തിൽ അവിടെ ഒരു സയൻസ് ബുക്ക് ഉണ്ടായിരുന്നല്ലേ, നിന്ന് വില്യം എന്താണ് പഠിച്ചത്? ഹി ലേൺഡ് ഹൗ എൻജിൻസ് മൂവ്ഡ് ദ ബിഗ് ട്രക്ക് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. ഈ എൻജിനുകൾ വലിയ ട്രക്കുകൾ എങ്ങനെ ചലിപ്പിക്കുന്നുവെന്നും അവൻ അവിടെ വയലിൻ്റെ അവിടെ പോയി ഇങ്ങനെ നോക്കിയപ്പോൾ ട്രക്കുകൾ പോകുന്ന കണ്ട്. അപ്പോൾ അവൻ അന്നേരം ചിന്തിച്ചത് ഇതെങ്ങനെയാണ് ഈ ട്രക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ അവൻ റേഡിയോ കേട്ടോണ്ടിരുന്നപ്പോഴേ ഈ റേഡിയോയ്ക്കകത്തിൽ എങ്ങനെയാണ് ഈ പാട്ടുകാർ ഇന്ന് പാടുന്നത് അല്ലേ. റേഡിയോകൾ ആകാശത്ത് നിന്നും സംഗീതം എങ്ങനെയാണ് വലിച്ചെടുക്കുന്നതെന്നും ഒക്കെയായിരുന്നു അവൻ ആ സയൻസ് ബുക്കിൽ നിന്നും പഠിച്ചത് കേട്ടോ. വാട്ട് അട്രാക്റ്റഡ് വില്യം ദ മോസ്റ്റ് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിലെ വില്യമിനെ ഏറ്റവും ആകർഷിച്ചത് എന്താണ്? എ പിക്ചർ ഓഫ് എ വിൻഡ് മില്ല് അട്രാക്റ്റഡ് വില്യം ദ മോസ്റ്റ് ഇൻ ദ ലൈബ്രറിയിൽ വില്യമിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരു കാറ്റാടി മില്ലിൻ്റെ ചിത്രമാണ് കേട്ടോ. അവൻ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ എന്താണ്? വലിയൊരു കാറ്റാടി മില്ല് അല്ലേ. കാറ്റാടി യന്ത്രം കണ്ടിട്ടുണ്ടോ നിങ്ങളെ? ഉണ്ടോ? ലൈബ്രറിയിൽ വില്യമിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണ്? ഒരു കാറ്റാടി യന്ത്രത്തിൻ്റെ ചിത്രമാണ് കേട്ടോ. അടുത്ത വൈ ഡിഡ് വില്യം തിങ്ക് ദ വിൻഡ് മിൽ വാസ് മോർ ദാൻ ജസ്റ്റ് എ മെഷീന്. ഈ കാറ്റാടി യന്ത്രം വെറും ഒരു യന്ത്രത്തെക്കാൾ കൂടുതലാണെന്ന് വില്യം കരുതിയത് എന്തുകൊണ്ടാണ്? ഈ കാറ്റാടി യന്ത്രം എന്ന് വെച്ചാൽ വെറും നിസ്സാരക്കാരനല്ല അല്ലേ. സാധാരണ യന്ത്രത്തെക്കാളിൽ ഇത് കൂടുതലാണെന്ന് പറയാൻ ബിക്കോസ് ഇറ്റ് കുഡ് ബ്രിങ് വാട്ടർ, ഗ്രോ മെയ്സ് ആൻഡ് സ്റ്റോപ്പ് ഹങ്കർ. ഇത് നമ്മുടെ ഇവിടെ പണിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുവരാനും അവർക്ക് വെള്ളമില്ല കുഞ്ഞുങ്ങളെ, മഴയില്ലാത്തതുകൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെ വെള്ളം അടിച്ച് വയലിലോട്ട് കൊടുക്കാൻ, അതിൽ നിന്ന് നമുക്ക് ചോളം വളർത്താം അല്ലേ. ചോളം വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് ശമിപ്പിക്കാനും ഒക്കെ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ബിക്കോസ് ഇറ്റ് കുഡ് ബ്രിങ് വാട്ടർ, ഗ്രോ മെയ്സ്, സ്റ്റോപ്പ് ഹങ്കർ, വിശപ്പൊക്കെ മാറ്റാമെന്ന്. ഓക്കെ ആണോ? അടുത്ത വൈ ഡിഡ് വില്യം ഗോ ടു ദ ജങ്ക്യാർഡ്. ജങ്ക്യാർഡ് എന്ന് വെച്ചാൽ പഴയ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് എന്തിനാണ് നമ്മുടെ വില്യം പോയത്? ടു കളക്ട് ദ നീഡ്ഫുൾ തിങ്സ് ടു മേക്ക് ഇലക്ട്രിക് വിൻഡ്. അവനിലെ കാറ്റാടി യന്ത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പം അതിനാവശ്യമായ വസ്തുക്കൾ ശേഖരിക്കാൻ വേണ്ടിയാണ് അവനെവിടെ പോയത്? ജങ്ക്യാർഡിലോട്ട് പോയത്. എല്ലാം ഓരോ വരിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എളുപ്പമല്ലേ പഠിക്കാൻ. വാട്ട് മെയ്ഡ് ദ വില്ലേജേഴ്സ് തിങ്ക് വില്യം വാസ് ക്രേസി. ഗ്രാമവാസികൾ വില്യത്തിന് ഒരു ഭ്രാന്തനാണെന്ന് കരുതാൻ പ്രേരിപ്പിച്ച അവൻ ആ നാട്ടിലുള്ള സാധനങ്ങളെല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ പാർക്കി കൊണ്ടുവന്നിട്ട് നിരത്തി വെച്ചിരുന്ന് അതിനകത്ത് കയറിയൊക്കെ ഇരുന്നപ്പോഴാണ് ഗ്രാമവാസികൾ ഇവന് വട്ടാന്നല്ലേ. വില്ലേജേഴ്സ് തോട്ട് വില്യം വാസ് ക്രേസി ബിക്കോസ് ഹീ പ്ലേഡ് വിത്ത് ട്രാഷ്. ഗ്രാമവാസികൾ കരുതിയ ട്രാഷ് എന്നാണ് നിങ്ങൾ TRASH. ഗ്രാമവാസികൾ കരുതിയത് മാലിന്യവുമായിട്ട് ഈ വില്യം കളിക്കുകയായതിനാൽ, മാലിന്യം എന്ന് ഉദ്ദേശിച്ച് നിങ്ങളെ
എന്തായിരുന്നു ഇവിടുത്തെ ജങ്കിയാട് അല്ലേ, അവിടെ പോയിട്ട് അവൻ കുറേ ആക്രി സാധനം കൊണ്ടുവന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ഇത് ഞാൻ റഫായിട്ട് അങ്ങ് എഴുതിയത്. അവൻ ആ സാധനം ആക്രി സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ട് വന്നിട്ട് അത് കളിക്കുന്നത് കണ്ടപ്പോഴാണ് അവർ പറഞ്ഞത് ഇവന് പ്രാന്താണെന്ന്. ഹൗ ഡിഡ് വില്യം ക്രിയേറ്റ് ദ ടവർ ഫോർ ദ വിൻഡ് മില്ല്? വില്യം എങ്ങനെയാണ് കാറ്റാടി യന്ത്രത്തിനായിട്ട് ഗോപുരം നിർമ്മിച്ചത്? അവനും ആ കൂട്ടുകാർ രണ്ടുപേരും കൂടി കാട്ടിൽ പോയി വലിയ എന്ത് ചെയ്തു, വിറവ് അല്ലേ, ഇവിടെ നീളമുള്ള പലയൊക്കെ വെട്ടി എടുത്തുകൊണ്ട് വന്ന് ഹാമർ വെച്ച് ചുറ്റിക വെച്ച് അതിന് നീളമൊക്കെ വെച്ച് അല്ലേ. വില്യം ക്രിയേറ്റഡ് ദ ടവർ വിത്ത് ഹെൽപ്പ് ഫ്രം ഫ്രണ്ട്സ്. കൂട്ടുകാരുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് വില്യം ടവർ നിർമ്മിച്ചത്. ദേ ആർ വെൻ ദ ഫോറസ്റ്റ്. അവരെവിടെ പോയി? കാട്ടിലോട്ട് പോയിട്ട് കട്ട് ലോങ് വുഡൻ എന്ന് പറഞ്ഞാലും മതി അല്ലേ, തടി. വീഡൻ എന്ന് പറയുന്നത് വുഡൻ പ്ലാങ്ക് അല്ലേ, അല്ലെങ്കിൽ ലോങ് ട്രങ്ക് എന്ന് പറഞ്ഞാലും മതി, നീളമുള്ള തടി അല്ലേ. ആൻഡ് ഹാമിഡ് ദം ടുഗദർ ടു ബിൽഡ് ദ ടവർ. സുഹൃത്തുക്കളുടെ സഹായത്തോടെ വില്യം ടവർ നിർമ്മിച്ചു. അവർ കാട്ടിലോട്ട് പോയി നീളമുള്ള തടികൾ അല്ലെ, പലകൾ വെട്ടി അവർ പരസ്പരം ചുറ്റിക കൊണ്ട് ആണി അടിച്ച് ടവർ പണിയാൻ തുടങ്ങിയെന്നാണ് കേട്ടോ. വുഡൻ പ്ലാങ്ക്, ഹാമർ അല്ലെ, ചുറ്റിക വെച്ച് ടുഗദർ അവരെ മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ. ബിൽഡ് ടു ടവർ. വെൻ ഡിഡ് ദ ഓൺ ലുക്കേഴ്സ് സ്റ്റാർട്ട് ചിയറിങ്? ഓൺ ലുക്കേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ കാണികൾ എന്നാണ് നിങ്ങൾ. അവരെല്ലാം കൂടി എന്ത് ചെയ്തു? എപ്പോഴാണ് ആർപ്പ് വിളിക്കാൻ തുടങ്ങിയത്? ദ ഓൺ ലുക്കേഴ്സ് സ്റ്റാർട്ട് ചിയറിങ് വെൻ ദ ബൾബ് ഗ്ലോവ്ഡ് ബ്രൈറ്റ് ലൈക്ക് എ സൺ. സൂര്യനെ പോലെ ആ ബൾബ് പ്രകാശിച്ചപ്പോഴാണ് അവിടെ കൂടിയ ആൾക്കാരെല്ലാം കൂടി ആർപ്പ് വിളിക്കാൻ തുടങ്ങിയത്. വൈ ഡിഡ് വില്യം തിങ്ക് ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ? താൻ ഇപ്പോൾ ബിഗൺ അല്ലെ, ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് വില്യം കരുതിയത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ലാസ്റ്റിൽ വില്യം പറയാൻ കാര്യം എന്താ? അവന് ഇപ്പോൾ ഒരു നിസ്സാരമായിട്ടാണെങ്കിൽ ഒരു കാര്യം ഉണ്ടാക്കിയത് സക്സസ് ആയി അല്ലേ. അപ്പോൾ എനിക്കിനി എന്താ നമ്മുടെ രാജ്യത്തെ അല്ലേ നമുക്ക് രക്ഷിക്കണം. ബിക്കോസ് ഹി വാണ്ടഡ് ടു ബിൽഡ് എ മോർ പവർഫുൾ വിൻഡ് മിൽ ടു പമ്പ് വാട്ടർ ആൻഡ് ഗ്രോ ഫുഡ് ഇൻ ഹിസ് വില്ലേജ്. വെള്ളം പമ്പ് ചെയ്യാൻ ശക്തമായ ഒരു കാറ്റാടി യന്ത്രം നിർമ്മിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് അവൻ അവിടെ നിന്ന് കരുതുന്നതായിട്ടാണ് കേട്ടോ. ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ ആവും, നിങ്ങൾ എളുപ്പമാണ് പഠിക്കാൻ. 12 എണ്ണേ ഉള്ളൂ. അത് വൃത്തിയായിട്ട് പഠിക്കണം. മനസ്സിലായെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ കേട്ടോ. ആ ചാപ്റ്ററിൽ ആദ്യമേ അങ്ങ് പഠിക്കണം. ഇതിനകത്ത് ലെറ്ററുണ്ട്, ഡയറി എഴുതാനൊക്കെ ഈ പാഠത്തിനകത്തിൽ ചോദിക്കും. അപ്പോൾ ഇത്രയും ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ, നമുക്ക് ബാക്കി നോട്ട് തരാം. നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ നിങ്ങൾ കേട്ടോ. കമൻറ്റ് എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം. ഓക്കെ നിങ്ങളെ, താങ്ക് യു.